MSC എൽസ 3 കപ്പൽ അപകടത്തിൽ സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകാനാവില്ലെന്ന് കപ്പൽ കമ്പനി. 9,531 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനാവില്ലെന്നാണ് കപ്പൽ കമ്പനി അഡ്മിറാലിറ്റി സ്യൂട്ടിൽ മറുപടി നൽകിയത്. കപ്പൽ അപകടം കാരണം സമുദ്ര പരിസ്ഥിതിക്ക് നഷ്ടമുണ്ടായിട്ടില്ലെന്നും കമ്പനി പറയുന്നു. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്ന് കപ്പൽ കമ്പനി പറയുന്നു. അതിന് പറയുന്ന കാരണങ്ങൾ എന്തൊക്കെ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ 2-3 പോയിന്റുകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ വിഷയം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിലാണ് ഇപ്പോൾ ഒരു അഫിഡവിറ്റ്, ഒരു മറുപടി സത്യവാങ്മൂലം സംസ്ഥാനം നേരത്തെ 9,531 കോടി രൂപയുടെ ഒരു അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തിരുന്നു. അതിൽ നിന്ന് പരിഗണിക്കുന്നതിനിടയിലാണ് കോടതിയിൽ ഇന്ന് ഹാജരാക്കാനുള്ള മറുപടി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് 2-3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒന്ന്, രാജ്യാതിർത്തിക്ക് പുറത്താണ് ഇങ്ങനൊരു അപകടം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിന് ആ വിഷയത്തിൽ ഒരു അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്യാനേ അധികാരമില്ല. 2, ആകെ 9,531 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകാനാണ് ഇപ്പോൾ സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. പക്ഷേ അത്രയും നഷ്ടപരിഹാരം നൽകാൻ കപ്പൽ കമ്പനിക്ക് ആകില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻഷുറൻസ് ഉൾപ്പെടെ അങ്ങനെ ലഭ്യമാകില്ല. മാത്രമല്ല, നിരവധിയായ ഈ കപ്പൽ അപകടത്തിൽ നഷ്ടം സംഭവിച്ച ഓരോരുത്തരും വന്ന് വെവ്വേറെ അഡ്മിറാലിറ്റി സ്യൂട്ടുകൾ ഫയൽ ചെയ്യുകയാണ്. നിരവധിയായ കപ്പലുകൾ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിന് തത്തുല്യമായ ബോണ്ട് ഹൈക്കോടതിയിൽ കെട്ടിവെക്കേണ്ട സാഹചര്യമുണ്ട്. ഇത് വലിയ ബാധ്യതയാണ്. അതുകൊണ്ട് 9,531 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്നാണ് മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി കൈമലർത്തിക്കൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന മറുപടി. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി സംസ്ഥാനം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമുദ്ര പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയ്ക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അത് പെരുപ്പിച്ച് കാണിച്ച കണക്കാണ്. അത്തരം വലിയ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടില്ല. ആകെ ഉണ്ടായ പരിസ്ഥിതി നാശം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞുകൂടിയതാണ്. മാത്രമല്ല, അത് കേരളത്തിന് മാത്രമായി അങ്ങനെ ഒരു ക്ലെയിം ഉന്നയിക്കാൻ കഴിയില്ല. കേരള തമിഴ്നാട് തീരത്ത് നിന്ന് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും തീരത്തോട് ചേർന്നാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം അടിഞ്ഞത്. അത് കപ്പൽ കമ്പനി തന്നെ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കേരളം ഇപ്പോൾ ഉന്നയിക്കുന്ന 9,531 കോടി രൂപയുടെ കണക്ക് അതിശയോക്തി കലർന്ന കണക്കാണ് എന്നതുൾപ്പെടെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട്. മാത്രമല്ല, കപ്പലിൽ നിന്ന് ഇന്ധനം ചോർന്നിട്ടില്ല. അങ്ങനെ സംസ്ഥാനം ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതല്ല. മാത്രമല്ല, സംസ്ഥാനത്തിന് ഇങ്ങനെ ഒരു അഡ്മിറാലിറ്റി സ്യൂട്ട് ചെയ്യാൻ തന്നെ അധികാരമില്ല. അത് നൽകുകയാണെങ്കിൽ തന്നെ അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് നൽകേണ്ടതെന്നുൾപ്പെടെയുള്ള വാദങ്ങളാണ് ഇപ്പോൾ ഈ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി സംസ്ഥാനം ആവശ്യപ്പെട്ട 9,531 കോടി രൂപയുടെ അഡ്മിറാലിറ്റി സ്യൂട്ടിൽ നഷ്ടപരിഹാരം നൽകാനാവില്ല എന്ന് കൈമലർത്തുകയാണ്. മുജിതബ, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു തുക നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്ന് പറയുന്നു. പക്ഷെ നമുക്കറിയാം പരിസ്ഥിതിക്കുണ്ടായ നാശനഷ്ടം ഇതൊക്കെ ഇനിയിപ്പോൾ തെളിയിക്കേണ്ടി വരും കേരളം എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുള്ള കേരളത്തിന്റെ അവകാശത്തിനെ ചോദ്യം ചെയ്യുകയാണ് കമ്പനി. തീർച്ചയായും ഇതിപ്പോ മനസ്സിലാക്കുന്നിടത്തോളം വലിയ നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകും. നേരത്തെ ഈ കപ്പലിൽ ചരക്ക് കടത്തിയിരുന്ന ചില വ്യവസായികൾ നൽകിയ ഈ സ്യൂട്ടുകളുണ്ട്, അഡ്മിറാലിറ്റി സ്യൂട്ടുകളുണ്ട്. അതിൽ പലതവണ സിംഗിൾ ബെഞ്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി ഓരോരോ കപ്പൽ വിഴിഞ്ഞത്തെത്തുന്ന MSC അക്വിറ്ററ്റ കമ്പനി ഇപ്പോൾ തന്നെ സംസ്ഥാനത്തെ സ്യൂട്ടിൽ അറസ്റ്റിൽ കഴിയുന്ന ഒരു കപ്പലാണ് ഈ മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിയുടെ തന്നെ. അങ്ങനെ വെവ്വേറെ സ്യൂട്ടുകൾ വരുന്നുണ്ട്. ഇത് സ്വാഭാവികമായും ചോദ്യം ചെയ്യുകയും ചലഞ്ച് ചെയ്യുകയും മൊത്തത്തിൽ ഈ വിഷയം ഒരു വലിയ നിയമ പോരാട്ടത്തിലേക്ക്, നമുക്ക് മുമ്പ് ഇവിടെ കേരള തീരത്ത് തന്നെ ഉണ്ടായ മുമ്പ് 2 നാവികർ മരിച്ച ഒരു വെടിവെപ്പ് കേസുണ്ട്. അന്നും സമാന രീതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് പിന്നീട് സുപ്രീം കോടതിയിലേക്കും അതിനുശേഷം പിന്നീട് അത് രാജ്യാന്തര കോടതിയിലേക്കുമൊക്കെ ആ കേസ് പോയ സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട്. അതിന് തത്തുല്യമായ രീതിയിലേക്ക് വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് ഇത് കടക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ പ്രൈമറി ഹൈക്കോടതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ആ ജൂറിസ്ഡിക്ഷനിൽ തന്നെ അവർ ഒരു തടസ്സവാദം ഉന്നയിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനം ഉന്നയിച്ചിരിക്കുന്ന 9,531 കോടി രൂപ അത് നൽകാനേ കഴിയില്ല എന്നുള്ള രൂപത്തിലുള്ള സത്യവാങ്മൂലമാണ് നൽകിയിരിക്കുന്നത്. അതിന് അക്കമിട്ട് നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ പരിസ്ഥിതി നാശവും അതുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധന തടസ്സവും ഒക്കെ നമുക്ക് മുമ്പിലുണ്ട്. വലിയ പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസവും കൊച്ചിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ രൂപത്തിൽ വലിയ പ്ലാസ്റ്റിക് മാലിന്യം കാരണം അവരുടെ മത്സ്യബന്ധനം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ രൂപത്തിൽ അവരുടെ വല നശിക്കുന്ന സാഹചര്യമുണ്ടായി. അതിന് വലിയ നാശനഷ്ടം ഉണ്ടാകുന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ തീരങ്ങളിൽ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ഈ മേഖലകളിൽ MSC എൽസ 3 കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ വലിയ മത്സ്യസമ്പത്ത് നശിക്കുന്ന സാഹചര്യവും
കോടതികളും ഇത് ചൂണ്ടിക്കാണിച്ചതാണ്. സ്വാഭാവികമായും പ്രത്യേകിച്ച് ഒരു എക്സ്ക്ലൂസീവ് സോണാണ്, അതിന് പറയാൻ അല്ലെങ്കിൽ നിശ്ചിത തുക നിശ്ചയിക്കാൻ കഴിയാത്ത അത്യം സമ്പന്നമായ ഒരു മത്സ്യമേഖല. സ്വാഭാവികമായും ഇത് കപ്പൽ കമ്പനി നിഷേധിക്കുമ്പോൾ വലിയ ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് ഈ മത്സ്യബന്ധന നിരോധനം ഏർപ്പെടുത്തിയത് ഉൾപ്പെടെ കപ്പൽ കമ്പനി ചോദ്യം ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ഒരു നിരോധനം ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ തന്നെ അത് കേന്ദ്രത്തിന്റെ ജൂറിസ്ഡിക്ഷൻ ആണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അധികാര പരിധിയാണെന്നത് ഉൾപ്പെടെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും ഇത് സുപ്രീം കോടതിയിലേക്ക് ഉൾപ്പെടെ ഈ കേസ് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കേണ്ടി വരും. കേരള തീരത്തുണ്ടായ കപ്പൽ അപകടങ്ങളിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ പറഞ്ഞതുപോലെ പാരിസ്ഥിതിക ആഘാതം ഉണ്ടായിട്ടില്ല, മറിച്ചാണെങ്കിൽ തെളിയിക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് കമ്പനി എടുത്തിരിക്കുന്നത്.